ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് അച്ചാറാണ് ഉണ്ടാക്കുന്നത് എന്ന്. അത് എന്താണെന്നറിയോ? നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റിയാണ്, ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നേന്ത്രപ്പഴം കൊണ്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ. അപ്പൊ അതിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അച്ചാർ ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ നേന്ത്രപ്പഴം 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. വല്ലാതെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം അല്ല കേട്ടാ. അങ്ങനെ 2 പഴം എടുത്തിട്ടുണ്ട്. നമ്മൾ പഴമൊക്കെ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാന് കുറച്ച് ഇഞ്ചി ചെറുതാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ വെളുത്തുള്ളി ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും അതേപോലെ കറിവേപ്പിലയും വേണം കേട്ടോ നല്ലോണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണത്, അതും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് വേണം. പിന്നെ എണ്ണ പിന്നെ അച്ചാറിന് വേണമല്ലോ, എണ്ണയിലാണല്ലോ നമ്മൾ അച്ചാർ ഉണ്ടാക്കുക. പിന്നെ സുർക്ക വേണം, ഉപ്പും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നേന്ത്രപ്പഴം ഏകദേശം ഇതേപോലെ പഴുക്കാൻ പാടുള്ളൂ, വല്ലാതെ അങ്ങോട്ട് പഴുത്ത് ഇതായത് എടുക്കരുത്. ഒരു ഇങ്ങനെയുള്ള കണ്ടില്ലേ, അത് നമുക്കൊന്ന് ഇങ്ങനെ ഇങ്ങോട്ട് 4 രണ്ടാക്കിയിട്ട് ഇതേപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കാം. കുറച്ചൊരു കട്ടിയിൽ, വല്ലാതെ അങ്ങോട്ട് നൈസായിട്ട് വേണ്ട. ഇതേപോലെ നമുക്ക് ഇങ്ങോട്ട് മുറിച്ചെടുക്കാം. കാണിച്ചു തരാം മുറിച്ചത്, കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് ഇങ്ങോട്ട് മുറിച്ചെടുക്കാം. ഇനി ഞാനിത് എല്ലാതും ഇങ്ങോട്ട് മുറിച്ചെടുക്കട്ടെ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടാ. എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്നും കൂടി പൊട്ടി വരട്ടെ. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഈ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒന്നും കൂടെ ആയിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതിലേക്ക് നമുക്ക് ലേശം കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്നും ഇങ്ങോട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിന്റെ ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയുടെ മുളക് പൊടിയുടെ ഒക്കെ ഒന്ന് പച്ചമണം അങ്ങോട്ട് മാറി വരട്ടെ. പച്ചമണം ഒന്നും ഇങ്ങോട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. തീ നമുക്കൊന്ന് കുറയ്ക്കാം കേട്ടോ. നന്നായി ഒന്നുകൊണ്ട് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാട്ട. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് അത് ഇട്ടാല്. എന്നിട്ട് ഒന്ന് നമുക്ക് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അങ്ങോട്ട് ശരിയാവട്ടെ. നമുക്കിനി ഇതൊന്ന് തുറന്നിട്ടൊന്ന് നോക്കാം. കണ്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സുർക്ക ഒഴിച്ചു കൊടുക്കാം. ഈ മധുരവും പുളിയും എല്ലാം കൂടിയിട്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ അച്ചാറിന്.
ഞാൻ ഇവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതലായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ. ഉപ്പുണ്ടാകുമെന്ന് നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ട്. തീ സിമ്മിലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ പൊടി നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, ഉലുവയും കായവും കൂടി ഉലുവയും കായല്ല, എന്താ പറയാ, നമ്മുടെ ഉലുവയും കടുകും കൂടി പൊടിച്ചത് അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കായത്തിന്റെ പൊടിയും കൂടി അത് ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകും പൊടിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കായത്തിന്റെ പൊടി ലേശം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കായത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. എന്താന്നുണ്ടെങ്കിൽ ഈ മധുരവും ഈ പുളിയും അതേപോലെ പഞ്ചസാരയുടെയും കൂടിയിട്ടുള്ള അതും എല്ലാം കൂടിയായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.